നമസ്കാരം. ഇത് ഈ കഴപ്പ് എന്ന് പറഞ്ഞാലേ തടുത്താൻ നിൽക്കുന്ന സംഭവമല്ല. അതായത് അതിന് പള്ളിയിലച്ഛനൊന്നുമില്ല, അമ്മായിയമ്മ, മരുമകൾ, ഇതൊന്നും പ്രശ്നമല്ല. കഴപ്പ് മൊത്തം കിടന്നുറങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്നലെ മാർച്ച് 27 സിസ്റ്റർ അഭയനെ കൊന്ന കിണറ്റിലിട്ടിട്ട് ഇന്നലെ 33 കൊല്ലം തികഞ്ഞ്. അതിൻ്റെ കേസ് ഇങ്ങനെ എഴഞ്ഞ് അവസാന ശിക്ഷാവിധിയൊക്കെ കിട്ടി. 2022 ഹൈക്കോടതി ആ ശിക്ഷ സ്റ്റേ ചെയ്തു. ഇപ്പോഴും ആ തെണ്ടികൾ പുറത്തിറങ്ങി വിലസുക. അതൊരു കന്യാസ്ത്രീ, 2 അച്ഛന്മാർ. ഈ കന്യാസ്ത്രീ കന്യാധർമ്മം വരെ വെച്ച് പിടിപ്പിച്ച് എന്തിനാണാവോ. അതേപോലെ ഒരു ചെറിയ കുട്ടീനെ ഗർഭിണിയാക്കിയിട്ട് മുങ്ങാൻ പോയി ഒരു ഫാദർ റോബിൻ. അവൻ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു, നെടുമ്പാശ്ശേരി. അപ്പോൾ ഞാനിപ്പോൾ ആ ഭാഗം പറഞ്ഞ എന്താ, കഴുപ്പ് മൂത്താൽ അമ്മായിമ്മ വരും. ഇപ്പം രണ്ട് പള്ളിയിലെ അച്ഛന്മാരും ഒരു കന്യാസ്ത്രീയും കൂടി ജോയിൻ്റ് ആയില്ലേ, അതേപോലെ അമ്മായിമ്മ മരുമകളും ജോയിൻ്റ് ആവും. അപ്പോൾ അത് ഈ അമ്മായിമ്മൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്, മോനും ഗൾഫിലാണ്. മോൻ പോയിട്ട് 3 കൊല്ലമായി. കല്യാണം കഴിച്ച് 6 മാസം ഇവിടെ നിന്നിട്ട് അവനോട് പോയതാണ്. ഇന്ന് കൊണ്ടുപോകും, നാളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുപോകുമെന്ന് പറയാനല്ലാണ്ട് കൊണ്ടുപോയിട്ടില്ല. തന്ത എപ്പോഴെങ്കിലേ വരുള്ളൂ. അപ്പം അന്നൊക്കെ കത്തിടപാടാണ്. ഈ ഇതേപോലെ മൊബൈൽ അങ്ങനെയൊന്നുമില്ല, എയർമെയിലാണ് വരിക. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്തൊരു ചെറിയ പോസ്റ്റ് ഓഫീസുണ്ട്, ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ്. അവിടെ ഒരു പോസ്റ്റ് മാസ്റ്ററുണ്ട്, ഒരു പോസ്റ്റ്മാനും ഉണ്ട്. അപ്പോൾ മെയിൽ വരുമ്പോൾ അന്നൊക്കെ പോസ്റ്റ്മാന് ചാകര ഒരു തപാൽ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിൽ DD ഒക്കെ ഉണ്ടാവും. പൈസ അയക്കണത് DD വഴിയാണ്. അപ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും ചായ പൈസ കിട്ടും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു കവർ വന്നപ്പോൾ അതുമേൽ പ്ലീസ് ഡെലിവറി അർജൻറ്റ്ലി എന്ന് എഴുതിയിട്ടുണ്ട് ഒരു സൈഡിൽ. ആ കവറിൻ്റെ പുറത്ത് അഡ്രസ്സ് എഴുതുന്നതിൻ്റെയൊക്കെ ഇടതു ഭാഗത്ത്. അപ്പോൾ അന്ന് പോസ്റ്റ്മാൻ ലീവാണ്. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ നല്ല ചെറുപ്പക്കാരൻ, അച്ചുള്ളതാണ്, താടിയൊക്കെ വെച്ച് നല്ലൊരു സിനിമ ലുക്കുള്ള ആളാണ്. ഇയാളിത് നോക്കുമ്പോൾ ഇങ്ങനെ പ്ലീസ് ഡെലിവറി അർജൻറ്റ് എന്ന് പറയുമ്പോൾ എന്തൊരു അത്യാവശ്യമാണെന്ന് വിചാരിച്ച് ഇയാൾ സൈക്കിളെടുത്ത് പോസ്റ്റ് ഓഫീസ് ഉച്ചക്ക് അടച്ചപ്പോൾ ഈ അഡ്രസ്സ് ഇയാൾക്കറിയും. അവിടെ 2 ചരക്കുകളുള്ളത് അറിയാം. ഈ തള്ളയും ചരക്കാണ്, മരുവളും ചരക്കാണ്. ഇയാൾ സൈക്കിൾ കിട്ടി അവിടെ ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് തള്ള ഇറങ്ങി വന്ന് ചില ആൾക്കാർ തമ്മിൽ ഒരു പ്രാവശ്യം കണ്ടാൽ മതി പെട്ടെന്ന് സ്പാർക്കാവും, റിലേഷൻ അതുമേ തുടങ്ങും. എനിക്കങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കത്ത് കൊടുത്ത് അപ്പോൾ മറ്റേ ആൾ ഇവിടെ എത്തി. മറ്റേ ആൾ ഇന്ന് ലീവാണ്, ഇതുമേലെ അർജൻറ്റായിട്ട് തരണമെന്ന് എഴുതിക്കൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്. നല്ല വെയിലായിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതൊക്കെ പറഞ്ഞ് എന്നാൽ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാറ്, എന്നാൽ കുടിക്കാൻ കൊടുക്കാൻ പറഞ്ഞ് 1 മണിക്കൂർ അവിടെ നിന്ന് രണ്ടാളും ഹൃദയവികാരങ്ങൾ കൈമാറി. അപ്പോൾ ഈ ഇയാളെല്ലാം ഒരു 10 വയസ്സിന് 12 വയസ്സിന് മൂപ്പുണ്ട്. വർത്താനങ്ങൾ പറഞ്ഞ് ചില ആൾക്കാരങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. സംസാരിച്ച് നേരം പോകാൻ അറിയില്ല, അന്ന് കണ്ടിട്ടുണ്ടാവുള്ളൂ. അതേപോലെ ഞാൻ ഒരു സ്ത്രീ എന്നെ ഫോണിൽ വിളിച്ച്, അടുത്ത സന്ദർഭവശാൽ പറയാം. അത് എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ ആദ്യമായിട്ടാണ് എന്നെ വിളിക്കുന്നത് എന്തോ ഒരു കാര്യത്തിന്. 1.5 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ച് ഒരുപാട് വിഷയങ്ങളും ഒക്കെ സംസാരിച്ച്. ഇവർക്കും ഫോൺ വെക്കാൻ തോന്നല്ല, എനിക്കും തോന്നല്ല. അതേം സിറ്റുവേഷനിലാണ് പോസ്റ്റ് മാസ്റ്ററും ഈ തള്ളേ. ഏതായാലും കഥകൾ പറയൽ തുടങ്ങി. ഇവർ തമ്മിൽ വല്ലാത്തൊരു അടുപ്പം. പിന്നെ ഇയാൾ ചോദിച്ചപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു രക്ഷയില്ല എന്നൊക്കെ ഉള്ള റൂട്ടിലെത്തി. ഇയാൾ ഒറ്റയടിക്ക് ചോദിച്ചു, ഞാൻ രാത്രി വരട്ടെ ചോദിച്ചു. അപ്പോൾ തള്ള പറഞ്ഞ് പ്രശ്നമാവും, അതൊക്കെ ഞാൻ നോക്കിക്കോളാറ്, എന്നാൽ 10 മണി കഴിഞ്ഞിട്ട് അടുക്കളൻ്റെ കയ്യിൽ വന്നാൽ മതി പറയും. അന്നങ്ങാണ്ട് തുടങ്ങി പോസ്റ്റ് മാസ്റ്ററുടെ കളി തള്ളായിട്ട്. മരുമകളാണെങ്കിൽ വീർപ്പ് മുട്ടി കഴിയാം. ഈ വാതിൽ തുറക്കണ അടക്കണയൊക്കെ മരുമകൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം മരുമോളെ ഇയാൾ നോട്ടം വെച്ചിട്ടുണ്ട്.
മരുമോള് അസല സാധനം ചന്തിയൊക്കെ നല്ല പാറ്റം ചരക്കാം. അങ്ങനെ ഇയാളെന്ത് ചെയ്ത് ഇറങ്ങിപ്പോകാൻ നേരത്ത് ഇയാളുടെ പേഴ്സ് മുറിയിലിട്ട് പോയി. ഇയാൾ ഇറങ്ങിപ്പോണ വഴിയിൽ അപ്പം ഈ മരുമോളിങ്ങനെ പതുങ്ങി നോക്കിയിട്ടുണ്ട് ഈ വരണേ പോണ ആരാന്ന്. അത് പോസ്റ്റ് ഓഫീസിലത്തെ ആളാണെന്നൊക്കെ ഇവൾക്കറിയും. അപ്പോൾ ഇയാൾ പേഴ്സ് അവിടെ മനഃപൂർവ്വം ഉപേക്ഷിച്ച് പോയി. എന്താണ് അയാളുടെ ഉദ്ദേശം എന്നറിയില്ല. ഏതായാലും ഉദ്ദേശം ഫലവത്തായി. നേരം വെളുത്ത് മരുമോൾ ആദ്യം എണീറ്റ് അടുക്കളയ്ക്ക് പോകുമ്പോൾ ഒരു പേഴ്സ് കിടക്കാം. അപ്പോൾ ഇയാൾ തലേദിവസം വന്ന് പോയത് ഇവൾ കണ്ടിട്ടുണ്ട്. അതിൽ ആ പേഴ്സ് എടുത്തിട്ട് അമ്മ എണീറ്റപ്പോൾ അമ്മ കൊടുത്തു. അമ്മേ ഇതാ ഒരു പേഴ്സ്. ഇതാരുതാ തള്ളൊന്നും അറിയാത്ത പോലെ. ഇവിടെ വരുന്ന ആളില്ലേ പോസ്റ്റ് ഓഫീസിലത്തെ അയാളെന്താന്ന് തോന്നണത്. നീ ഇതൊക്കെ അറിയലുണ്ടോ ചേച്ചി? ഞാനറിയലൊക്കെ ഉണ്ട്. പിന്നെ അമ്മനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാലങ്ങളായില്ലേ, സഹിച്ച് നിൽക്കുകയല്ലേ. അതന്നെ എനിക്കും ഉറക്കില്ല. എനിക്കും ഇതന്നെ പ്രശ്നം. എനിക്കും ഉറക്കില്ല ശരിക്ക്. അതുകൊണ്ടാണ് ഈ വന്നു പോണതൊക്കെ ഞാൻ അറിയണേ. അങ്ങനെ തള്ളേ മരുമകളുമായിട്ട് ഭയങ്കര കമ്പനിയായി. പിന്നെ സ്നേഹം കൂടുതലായി. തലയിൽ ഫാന് നോക്കി കൊടുക്കും, മുടിമേലെ എണ്ണ പുരട്ടി കൊടുക്കും. അവർ തമ്മിൽ സെറ്റായി. തള്ള മരുമകളുടെ ചുവട്ടിൽ ചോദിച്ചേ അയാൾ ഇന്ന് വരുമ്പോൾ നിൻ്റെ മുറിക്ക് അയക്കട്ടെ ചോദിച്ചേ. അതിൽ ഇവള് പറഞ്ഞ് പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുക, എനിക്ക് പേടിയുണ്ട് പറഞ്ഞു. ഒരു പേടിയും പേടിക്കണ്ട, അയാൾ നല്ല വിശ്വസിക്കാൻ പറ്റിയ ആളാണ്, അസലായിട്ട് പെരുമാറും പറയും. പെരുമാറുന്ന പറഞ്ഞാൽ അസലായിട്ട് കളിക്കുമെന്നല്ല പറഞ്ഞു. പിന്നെ ഇവർ ഷെയർ ചെയ്യൽ തുടങ്ങി. കാരണം ഈ ഒരു മനുഷ്യ സ്ത്രീയാളുടെ ഈ അമ്മായിമ്മ അവർക്കറിയാലോ ഈ പെണ്ണ് കഴിച്ച് നിൽക്കണം. മോൻ ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ടല്ലേ 3 കൊല്ലമായിട്ട് ഇവിടെ പട്ടിണി കിട്ടേക്കല്ലേ. സീല് പൊട്ടാത്തൊരു പെണ്ണാണെങ്കിൽ പ്രശ്നമില്ല. ഇതങ്ങനെയല്ല, കളി പഠിപ്പിച്ച് കൊതി വരുത്തിപ്പോയി. പക്ഷെ മരുമകൾ മുന്തിയ സാധനം. അവള് ആദ്യമേ സീലൊക്കെ പൊട്ടി റെഡിയിൽ വന്ന. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ തള്ളക്ക് ബാക്കിയാലൊരു ആങ്ങളുണ്ട്. അയാൾ സിംഗപ്പൂരാണ്, മലേഷ്യ എവിടെയാണ്. ഇയാൾ വന്ന് ഇവിടെ വന്ന കുറച്ച് ദിവസമൊക്കെ നിൽക്കും, പെങ്ങളല്ലേ. അപ്പോൾ ഇയാൾ ട്രൗസറൊക്കെ ഇട്ട് നടക്കുള്ളൂ. നല്ല വില കൂടിയ ഷൂസ്, ടീഷർട്ട്. അങ്ങാടിയിലൊക്കെ പോയാൽ ചിക്കൻ ഇത് കണ്ടതൊക്കെ മേടിച്ചു കൊണ്ടിരും. വലിയ തടിച്ച സ്വർണ്ണമാലയാണ്, മോതിരം. ആൾ റിച്ച, ഒരു അൽപ്പന പൊങ്ങച്ചം. അപ്പം ഒരാൾ അവിടെ അടുത്തുള്ള ആൾ നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് വന്നാണ്. എൻ്റെ വീട് പണി നടക്കണ്ട്, ഒരു ചാക്ക് സിമെൻറ്റിനുള്ള പൈസ ചോദിച്ച്. 5 ചാക്ക് സിമെൻറ്റിന് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ കണക്കൂട്ടി പറഞ്ഞു അന്ന് 5 ചാക്ക് മേടിച്ച് പറഞ്ഞു. അപ്പം മരുമോൾ ഇങ്ങനെ ആരാധനയോടുകൂടിയൊക്കെ നോക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് മരുമോളുടെ സഡി തിരുമ്പിട്ടേക്കണ ബ്രേസറൊക്കെ ഇയാളുടെ ശ്രദ്ധയപ്പെട്ടു. അപ്പം എന്താ ഈ തള്ളനെ കളിക്കാനാണ് ഇയാൾ വരേണ്ടത്. തള്ളക്ക് നല്ലോണം പൈസ കൊടുക്കും, നല്ലോണം അടിച്ചും കൊടുക്കും. ഈ തള്ളേൻ്റെ സീല് പഠിച്ച മാന്യ അദ്ദേഹമാണ് ഈ ആങ്ങള. സ്വന്തം ആങ്ങളില്ല കേട്ടോ. അയാൾ വന്നാൽ തള്ളക്ക് കോള. ചെറിയ സാധനമൊന്നുമല്ല, മോതിരം എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. വളരെ അതിനും വേണ്ടും പൈസ ഉണ്ട്, ബിസിനസ്സാണ് അയാൾക്ക്. ഇയാൾ തള്ളനെ പൊളിക്കാനാണ് വരണത്. പരസ്യമായിട്ടൊക്കെ ഇവർ രണ്ടാളും റൂമിൽ പോകുക. കാരണം ഫസ്റ്റിൽ ഇയാളൊന്നും മേടിച്ചപ്പോൾ തള്ള പറഞ്ഞ് പേടിക്കണ്ട, അവളൊന്നും കുഴപ്പക്കാരിയല്ല, പോരുന്നൊരു പങ്കിലൊക്കെ കളിക്കും. മരുമൊക്കെ ഇയാളെ കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ വേറെ ഉണ്ട്. അവളും പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുക. അപ്പോഴാണ് ഇവളുടെ സഡിയും ബ്രേസറുകൾ കണ്ടത്. അപ്പോൾ ഇയാളുടെ ഭാവനയിലൊക്കെ ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് തള്ളനോട് ചോദിച്ചാൽ എങ്ങനെ അവൾക്ക് എങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മുട്ടിയാൽ കിട്ടുക എന്നുള്ള ഇതിലാണ് ഇയാൾ ചോദിക്കണത്. തള്ള പറഞ്ഞ് തോട്ടാൽ മതി അവളെ കിട്ടും, ഒപ്പം കിടന്നു വരും, അത്ര മൂത്ത് നിൽക്കണം. അവൾക്ക് നല്ല കാമുള്ള പെണ്ണാണ്. എന്താ നീ അങ്ങനെ പറയാൻ കാരണം? അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? ഒന്നുമില്ല, അവൾ സ്വയം ഭോഗം ചെയ്യണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവളുടെ റൂമ് കുറ്റിയിടാണ്ട്. അവൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പിടിച്ചാലും ഞാൻ അവൾ എതിർപ്പ് പ്രകടിപ്പിച്ചാലും വേറെ ആരോടും പറയില്ല പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഉച്ചക്ക് മരുവാളെ ഇവർ തള്ളേൻ്റെ റൂമിലേക്ക് വിളിക്കുക. അതിൽ ഇവൾ വന്നു ഇരിക്കുക. വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തപ്പോൾ തള്ള പറഞ്ഞു ഞങ്ങൾ വർത്താനം പറഞ്ഞിരിക്കുക, ഞാൻ ഇപ്പോൾ വരാറ്.
എന്നിട്ട് തള്ള എന്ത് ചെയ്ത്, ഒരു കാര്യം നിങ്ങൾ വാതിലടച്ചേക്ക് പറയും. എന്താ അമ്മ അങ്ങനെ പോകണെന്താന്നൊക്കെ ചോദിച്ചു. അവിടെ ഇരിക്കടോ, നമ്മുടെ അച്ചായനാണ് പറയും. തള്ള വാതിൽ കൊറ്റിയിട്ട് കൊടുത്ത് ഇപ്പുറത്ത് പോയി. അന്ന് അയാളും കളിച്ച് ഇവളുടെ ഡ്രസ്സൊക്കെ കഴിച്ച് നൂല് ബന്ധമില്ലാണ്ടാക്കി നല്ല അസലായിട്ടെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് നല്ല പണി അറിയാം. രാത്രിയായപ്പോൾ ഇയാൾ മോള് മേടിച്ച് വന്നു, ബോട്ടിൽ കൊണ്ട് ഇവൾക്കും കൊടുത്ത് തള്ളക്കും കൊടുത്ത്. എന്നിട്ട് പറഞ്ഞ് ഇന്ന് ഞാൻ മോളുടെ ഒപ്പമാണ് പറഞ്ഞ് അയാൾ അവളുടെ റൂമിലേക്ക് പോയി. നല്ല അപ്പോൾ തള്ള എന്ത് ചെയ്ത്, തള്ള ഒളിച്ചു പോയി നോക്കി. ഇവർ ലൈറ്റ് ഇട്ടാണ് കളിക്കണം, വാതിലൊന്നും കുറ്റിയിട്ടില്ല. തള്ള ഒളിച്ചു പോയി അത് കണ്ടു. ഇത്രയും സംഭവങ്ങൾ അവിടെ നടന്നു. ഇതൊക്കെ എന്നോട് പറഞ്ഞതാരാന്ന്. അവിടെയാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. എല്ലാ സംഭവം ലാസ്റ്റ് എൻ്റെ അടുത്ത് വന്ന് പെടും. ഈ തള്ളനെ എന്നോട് പറയും, ഈ തള്ളനെ എനിക്ക് കളിക്കാനുള്ളൊരു ചാൻസ് കിട്ടി. അങ്ങനെയാണ് ഈ ഞാൻ ഇങ്ങനത്തെ കഥകൾ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ആളാണ്. തള്ള എന്നോടെല്ലാം വള്ളി പുള്ളി വിടാണ്ട് പറഞ്ഞു തന്നു. അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊന്നും കൂടി കമ്പിയായി. ഒരെണ്ണം കൂടി കൊടുത്ത് തള്ളക്ക്. ഇപ്പം കോണ്ടാക്റ്റില്ല, എവിടെയൊക്കെ പോകേണ്ടി വരും. അതൊക്കെ ചിലതൊക്കെ ഞാനേ ഈ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ പോയ ഒരു സാധനം ആൾ മേടിക്കില്ലല്ലോ. മേടിച്ച് കൂട്ടാൻ തുടങ്ങിയ ആൾ എന്തോരം സാധനം വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരും. വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവും. അതേപോലെയാണ് എൻ്റെ ഈ അവസ്ഥയാണ്. ചിലതൊക്കെ വൺ ടൈം, ചിലത് കണ്ടിന്യൂസ് ചെയ്യും കുറേ നാൾ, ചിലത് സ്ഥിരമായിട്ട് വെക്കും. ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടല്ല. അപ്പം മറക്കണ്ട, കഴപ്പ് മൂത്താൽ ആരും കിടന്നുറങ്ങൂല. പിന്നെ ആരെങ്കിലും പേടിച്ചേരണ്ട്. പിന്നെ ഒന്നും നടക്കാണ്ട് ഭൂമിയിൽ ഒരു ഉപകാരമില്ലാത്ത കുറച്ച് സദാചാര പൂവാലമാരും കൊല്ല സ്ത്രീകളുണ്ട്. ഇപ്പം തുടങ്ങുന്നത് തെറി പള്ളിയിലച്ഛനെ പറ്റിയൊക്കെ പറഞ്ഞാലേ, പള്ളിയിലച്ഛന്മാർ പണിയാൻ കുഴപ്പമില്ല എന്നാണ് ഇപ്പോഴും ചില കുഞ്ഞാടുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ നമസ്കാരം.